ഹലോ, ഇന്നത്തെ ലഞ്ചിന് എന്താണെന്ന് നോക്കിയാലോ? നോമ്പാണ്. ഇനി അത്രയൊന്നും ദിവസം നമുക്ക് ഉച്ചക്കൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ സ്പെഷ്യൽ ചീര ഉണ്ട് കേട്ടോ. ഉമ്മ ഉണ്ടാക്കിയ ചീരയാണ്, ഉമ്മ നട്ടതാണ്. അപ്പോൾ ചീരയും ഇല പൊരിച്ചത് കേട്ടോ, അത് മാത്രം മതി. ചീരയും കൂട്ടി ചോറ് കഴിക്കാൻ കേട്ടോ, കറിയൊന്നും വേണമെന്നില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ അയില പൊരിച്ചതും ചീരയും കൂട്ടി ഞാൻ ചൂടുണ്ടാക്കുന്ന എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചൂടോടെ ആട്ടോ ഞാൻ കഴിക്കുന്നത്. നല്ല നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ, നമ്മൾ അടുത്തുള്ള വരെ ഉണ്ടാക്കിയതാണ്, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം അതും കൂട്ടി ഞാൻ നല്ല അടിപൊളി സൂപ്പർ ചോറ് വയ്ക്കാം കേട്ടോ. നല്ല ചോന്ന ചീരയാണ്. നിങ്ങൾക്ക് വേണമെന്നില്ല അവർ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഇവിടെ അടുത്തുള്ളവർക്കില്ല എന്നെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാം. ചുവപ്പ് ചീരയാണ്. കറി വേണമെന്നില്ല കേട്ടോ. ചീരയും മീൻ പൊരിച്ചതോ പപ്പടമോ അച്ചാർ എന്തായാലും മതിയാവും. സൂപ്പറാണ് കേട്ടോ. നല്ല ചോന്ന ചീര. നിങ്ങൾ ചോറ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാൻ മീനും കൂട്ടിയിട്ട് ഒരിക്കലും ഫ്രഷും കൂടി കഴിച്ച് നോക്കി. അതിനേക്കാളും നല്ലത് കറി കൂട്ടാതെ കഴിക്കുന്നതാണ് കേട്ടോ. നല്ല ചോറിൻ്റെ ഒപ്പരം ഈ ചീര കഴിക്കുമ്പോൾ ചോറിൻ്റെ കളറും പിന്നെ ചുവന്ന കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ചീരയാണ്, ഒരുപാട് വളമൊന്നും ഇടാത്ത ചീരയാണ്. നിങ്ങൾക്കായിരിക്കും വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാം കേട്ടോ. ഈ ചോറിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് വെള്ള ചോറിട്ട് കുഴച്ച് കൊടുക്കുമ്പോൾ ഈ ഓരോരോ ചോറ് കളർ മാറിയിട്ട് കണ്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.